അടുത്ത പരിപാടി നമ്മുടെ കബാബിനുള്ള ചിക്കൻ അരച്ചത് അതെടുത്തത് ഇങ്ങനെ കബാബിൻ്റെ ഷേപ്പാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ ഇടാണ് അടുത്ത പരിപാടി. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ പ്രിപ്പയർ ചെയ്യും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പരട്ടണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. നമ്മൾ കബാബ് വീട്ടിൽ ചെയ്യാൻ എളുപ്പത്തിനൊരു വഴിയുണ്ട്. ഇതിലേക്ക് പച്ചമല്ലി ഒക്കെ അങ്ങനെ വറുത്ത് ഇടണം. അപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടൈമിൽ ഇതുപോലെ കുറച്ച് പച്ചമല്ലി, അതുപോലെ കുറച്ച് ജീരകം, കുരുമുളക്, പിന്നെന്താ ചെറിയ ജീരകം ഒക്കെ ഇട്ടിട്ട്, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടൊരു അല്ലെങ്കിൽ നമുക്ക് കശ്മീരി ചില്ലി അതിലിടാം. എന്നിട്ടൊരു മിക്സ് തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം അതിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് മെയിൻ ഐറ്റം ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ വേവിച്ച് കഴുകി വെള്ളം നന്നായി വാര വെക്കണം, കളയണം. അതിന് ശേഷം അതിനെടുത്ത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. പിന്നെ സബോള, ഇതിൽ വെള്ളം തീരെ പാടില്ല. അപ്പോൾ സബോള ഒന്ന് വാട്ടിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വാട്ടും. അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞ മല്ലിയില, പുതിനയില, അതുപോലെ വേപ്പില, പിന്നെ നമ്മുടെ ഓൾറെഡി മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, പച്ചമല്ലിയും കുരുമുളകും ചെറുജീരകം ഒക്കെ വറുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്കിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഉപ്പും പിന്നെ കുറച്ച് കടലപ്പൊടിയും പൊടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലേക്ക് സ്നാക്കിന് നമുക്കിത് കൊടുത്തിടണം. ഓക്കെ, കുറച്ച് ഓയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകും. അപ്പോൾ അതേ കണ്ട ഇത്ര സിമ്പിൾസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അധികം മുരിക്കാണ്ട് നമ്മളിതിനെ എടുക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണിത്. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം. എന്താ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും. സൂപ്പർ.